ഈ രണ്ട് വഴികൾ യൂസ് ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുന്നതാണ് അലക്സ് ഹോമോസി ഈ ഒരു ബുക്കിൽ പറയുന്നത്. സംഭവം സിമ്പിൾ ആണ്. നിങ്ങളെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിക്കോളൂ. ഒന്നാമത്തെ വഴി, ഇൻക്രീസ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. രണ്ട്, ഇൻക്രീസ് ഹൗ മച്ച് ഈച്ച് കസ്റ്റമർ സ്പെൻഡ്. ഇത് രണ്ടും എൻ്റെ ബിസിനസ്സായ നെസ്ലൂപ്പായിട്ട് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ പോയിന്റ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ പർച്ചേസ് കോസ്റ്റ് ആണ്. അതിനർത്ഥം നമ്മൾ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറക്കലല്ല, അതുപരമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ടൈമും എഫേർട്ടും സേവ് ചെയ്ത് റിസ്ക് ഫ്രീ ആയിട്ട് ഒരു കസ്റ്റമറിന് ഈസി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതിനെയാണ് റെഡ്യൂസ് ദ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നെസ്ലൂപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് റെന്റ് എടുക്കുന്നതും അതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഫ്രിഡ്ജ് റെന്റ് എടുക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കമ്പയർ ചെയ്യാൻ പറഞ്ഞുതരാം. നിങ്ങൾ നെസ്ലൂപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് റെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ഇൻസ്റ്റാളേഷനുമാണ്. ഫ്രീ ഡെലിവറി പ്ലസ് ഫ്രീ ഇൻസ്റ്റാളേഷനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണാനും കമ്പയർ ചെയ്യാനും എല്ലാ ഓപ്ഷൻസും നമ്മളൊരു വെബ്സൈറ്റ്, ഒരു കിടിലൻ വെബ്സൈറ്റ് nesloop.in എന്നൊരു വെബ്സൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളെ സമയം എഫേർട്ടും അവിടെ ലോസ് ആവുന്നുണ്ട്. സോ ഇത്രയും കോസ്റ്റ് എല്ലാം നിങ്ങൾ നെസ്ലൂപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് റെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സോ അത് കുറക്കുന്നതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിന് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂട്ടാൻ പറ്റും. ഇതിനാണ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റായ ഇൻക്രീസ് ഹൗ മച്ച് ഈച്ച് കസ്റ്റമർ സ്പെൻഡ്. അതിനർത്ഥം കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടൽ എന്നല്ല അതിനർത്ഥം. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ദ വാല്യൂ. നമ്മളൊരു ബിസിനസ്സിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റും വെർത്താണ്. അഥവാ ആ ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്യണ ഓരോ രൂപക്കും ഈ ഒരു പ്രൊഡക്റ്റ് വെർത്തിയാണോ അതേപോലെ തന്നെ ട്രസ്റ്റബിൾ ആണോ നോക്കുന്നത്. സോ അപ്പോൾ കസ്റ്റമറിന് അത്രയും വാല്യൂ കൂടുതൽ കൊടുത്താൽ മാത്രമേ ആ ഒരു ട്രസ്റ്റ് കസ്റ്റമറിന് നമുക്ക് കിട്ടുള്ളൂ. സോ അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നെസ്ലൂപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. നെസ്ലൂപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് നിങ്ങൾ റെന്റിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തെ വാറണ്ടി പ്ലസ് ഫ്രീ മെയിൻ്റെനൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെസ്ലൂപ്പിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സും ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരിക്കുള്ളൂ. സോ ഈ രണ്ട് ഫീച്ചേഴ്സിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസക്കും വെറുതെയാണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് അക്യൂർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് വഴികളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് വഴികൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ടാവും, യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക.